ദൈവത്തിന് അധ്യക്ഷ വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന ശ്രേഷ്ഠ വൈദിക സഹോദരങ്ങളെ, ഐക്കൺ ചാരിറ്റീസിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന വേദിയിലുള്ള സഹോദരങ്ങളെ, വിവാഹം എങ്ങനെ മാതൃകാപരമായി നടത്തി മറ്റുള്ളവരെ കരുതാമെന്ന് നമ്മെ പ്രവൃത്തിയിലൂടെ ഓർമ്മിപ്പിച്ച ദമ്പതികളെ, സഹോദരി സഹോദരങ്ങളെ, ഇന്ന് എന്ത് സംഭവിക്കുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും അത് ഒരു സെലിബ്രേഷൻ ആകണമെന്നുള്ള വികാരം തന്നെയാണ് മുൻതൂക്കം. ചെറുതോ വലുതോ ആകട്ടെ, അതെല്ലാം ഒരു ആഘോഷമാക്കി തീർത്ത് അതിൻ്റെ ബാഹ്യ പരതയിൽ കൂടുതൽ താല്പര്യം പ്രകടിപ്പിച്ച് നടത്തുവാനുള്ള ഒരു വ്യഗ്രത ഇന്ന് ധാരാളമായി കാണപ്പെടുന്നുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു മോഡൽ ഈ ഐക്കൺ ചാരിറ്റി പിന്തുടരുന്നു എന്നുള്ളതിൽ ഞാൻ ഏറെ സന്തോഷിക്കുകയാണ്. ക്രൈസ്തവ ധർമ്മം എന്തെന്ന് കൃത്യമായി ഗ്രഹിച്ച് അതിനോട് താരതമ്യപ്പെടുത്താവുന്ന വിധത്തിൽ മറ്റുള്ളവരെ എങ്ങനെ കരുതാം, എങ്ങനെ സഹായിക്കാം, മറ്റുള്ളവരുടെ ദുഃഖങ്ങളിൽ എങ്ങനെ പങ്കുചേരാം എന്ന് പ്രാവർത്തികമാക്കിക്കൊണ്ടുള്ള ഒരു പ്രവർത്തന ശൈലിയാണ് ഐക്കൺ ചാരിറ്റീസ് നിർവഹിക്കുന്നത്. പ്രിയപ്പെട്ട ഫിലിപ്പച്ചനും ഡോക്ടർ രാജു വർഗീസും ഒക്കെ അതിനെക്കുറിച്ച് നമ്മെ ഓർമ്മിപ്പിച്ചു കഴിഞ്ഞു. അത് തീർച്ചയായും ദൈവപ്രസാദകരമായൊരു പ്രവർത്തന ശൈലി അവരെ രൂപപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷമായിട്ട് തോന്നുന്നത്. നീ ഇടംകൈ കൊണ്ട് കൊടുക്കുന്നത് വലങ്കൈ അറിയേണ്ടതില്ലെന്ന് കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുപോലെ സ്വയം സന്തോഷത്തോടെ സ്വയം മനസ്സോടെ നൽകുന്ന ചെറുതും വലുതുമായ നമ്മുടെ സഹായഹസ്തങ്ങൾ മുഖാന്തരമായി ഒരുപാട് പേരെ നമുക്ക് സഹായിക്കുവാനും കരുതുവാനും സാധിക്കുന്നു. അങ്ങനെയുള്ള ഒരു പ്രവർത്തന ശൈലി ഐക്കൺ ചാരിറ്റി തുടരുന്നു. അതിൻ്റെ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്നവരെ പ്രത്യേകമായി അഭിനന്ദിക്കുകയും ദൈവസന്നിധിയിൽ അവർക്ക് ധാരാളമായ അനുഗ്രഹങ്ങൾ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഇന്ന് ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിഭാശാലികൾക്ക് ഈ ഐക്കൺ ചാരിറ്റീസ് അവാർഡ് നൽകുമ്പോൾ ഈ മാതൃക ലോകത്തിന് ഒരു വലിയ സന്ദേശം തന്നെയാണ് നൽകുന്നത്. ക്രൈസ്തവ ധാർമ്മികതയുടെയും ആധ്യാത്മികതയുടെയും ഒക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത് മറ്റുള്ളവരെ എങ്ങനെ കരുതാം, അവരുടെ സുഖത്തിലും സന്തോഷത്തിലും എങ്ങനെ പങ്കുചേരാം എന്ന ആ സന്ദേശം അക്ഷരത്തിലും ആത്മാവിലും നിറവേറ്റുന്ന വിധത്തിൽ ഈ ഐക്കൺ ചാരിറ്റി ഇനിയും അവരുടെ പ്രവർത്തനങ്ങൾ തുടരട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെയാണ് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ നേർവഴി എന്ന തലക്കെട്ടിലൂടെ ഈ വർഷത്തെ പ്രധാന പ്രവർത്തന ശൈലിയിൽ അതെന്തൊക്കെയാണെന്ന് ചെറുതായിട്ടൊക്കെ ഇവിടെ വിവരിച്ചിട്ടുണ്ട്. മാധ്യമങ്ങൾ ഏതെല്ലാം വിധത്തിൽ ഇന്ന് തലമുറയെ, പ്രത്യേകിച്ച് യുവതലമുറയെ വഴിതെറ്റിക്കുന്നു എന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്ന വസ്തുതയാണ്. അത് നല്ല വിധത്തിൽ മാധ്യമങ്ങൾ മുഖാന്തരമായി മനുഷ്യന്റെ മനസ്സും മനുഷ്യന്റെ ജീവിതവും വഴിതെറ്റാതെ മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം അത് ഇടയാകണം.
ഈ നേർവഴി എന്നുള്ള പദ്ധതി അല്ലെങ്കിൽ ആ പ്രവർത്തന ശൈലി കൂടുതൽ ദൈവ പ്രസാദകരമായി പൂർത്തീകരിക്കുവാൻ സഭയ്ക്കിടയാകട്ടെ. ഓരോ വർഷവും ഓരോ വിധത്തിലുള്ള വിഷയങ്ങൾ മുൻകൂട്ടി ചിന്തിച്ചത് പ്രഖ്യാപിച്ച് അതിന് പ്രവർത്തനം നടത്തുകയാണ്. പ്രത്യേകിച്ച് പി.എ. പെരുപ്പച്ചൻ അതിൻ്റെ പ്രധാന ഒരു ചുമതലക്കാരനാണ്. ഈ മാധ്യമങ്ങൾ എങ്ങനെയൊക്കെയാണ് വഴിതെറ്റുന്നതും വഴിതെറ്റിക്കുന്നതും നമുക്ക് നല്ലതുപോലെ അറിയാം. അതിൻ്റെ എല്ലാ വശങ്ങളും പ്രത്യേകിച്ച് വളരുന്ന തലമുറയ്ക്ക് ബോധവൽക്കരിച്ച് ആപത്ത് കൂടാതെ അതിൻ്റെ ഗുണാംശങ്ങൾ കൂടുതൽ നമുക്ക് ലഭിക്കാൻ തക്കവണ്ണം ഇടയാകണം. അതാണ് നേർവഴിയിലൂടെ ശ്രദ്ധിക്കേണ്ടത്. ഇന്ന് തെറ്റും ശരിയും തിരിച്ചറിയാൻ പാടില്ലാത്ത വിധത്തിൽ മനുഷ്യൻ ചെന്ന് ആ വിധത്തിലായി തീർന്നിരിക്കുകയാണ്. ഏതാണ് ശരി, ഏതാണ് തെറ്റ്, ഏതാണ് നന്മ, ഏതാണ് തിന്മ എന്ന് യാതൊരു വിധത്തിലും അറിയുന്നതിന് വളരെ പ്രയാസകരമായ വിധത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ സമൂഹത്തിൽ നിലവിലുണ്ട്. അതൊക്കെ വേർതിരിച്ച് മറ്റുള്ളവരെ ബോധവൽക്കരിച്ച് നേരായ വഴിയിലൂടെ മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം നേർവഴി എന്ന പദ്ധതിക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദീർഘമായ ഒരു പ്രസംഗം ചെയ്യുവാൻ ഞാനിവിടെ ആഗ്രഹിക്കുന്നില്ല. ഐക്യ ചാരിറ്റിയുടെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിഭാശാലികൾക്ക് എല്ലാ അഭിനന്ദനങ്ങൾ നേരുകയാണ്. അതുപോലെ തന്നെ നേർവഴി എന്ന പ്രസ്ഥാന മുഖാന്തരമായിട്ട് യുവതലമുറയ്ക്ക് കൃത്യമായി ബോധവൽക്കരണം നടത്തി ജീവിതം എല്ലാ തലങ്ങളിലും ദൈവാനുഗ്രഹത്തിനും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ നന്മയ്ക്ക് മുഖാന്തരമായി തീരുവാൻ ഇടയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. in